ക്രിസ്തുവിൻ്റെ ദൈവത്തെ സംബന്ധിച്ച ചില പ്രധാനപ്പെട്ട വചനങ്ങൾ നമ്മൾ പരിശോധിച്ചു. തുടർന്ന് വിശകലനം ചെയ്യുവാൻ പോകുന്ന വചനങ്ങൾ ക്രിസ്തു കേവലം മനുഷ്യപ്രവി മാത്രമല്ല, മറിച്ച് ഈ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച മഹാദൈവമാണെന്ന് വ്യക്തമാക്കുന്നു. ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ പ്രതിമയാണെന്ന് തിരുവചനം വിശേഷിപ്പിക്കുന്നു. 2 കൊരിന്ത്യർ 4-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം. ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. കൊലോസ്യർക്കെഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവ്വസൃഷ്ടിക്കും ആദിജാതനുമാകുന്നു. ക്രിസ്തു നിത്യനായ ദൈവമാണ്. മീഖ 5-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം. നീയോ ബത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടതുവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവൻ്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായതും തന്നെ. ഇംഗ്ലീഷിൽ അതിങ്ങനെ വായിക്കുന്നു: ബട്ട് ദോ ബത്ലഹേം എഫ്രാത്തെ, ദോ ദൗ ബി ലിറ്റിൽ എമംഗ് ദ തൗസൻഡ്സ് ഓഫ് ജൂദ, യെറ്റ് ഔട്ട് ഓഫ് thee shall he come forth unto me, that is to be the ruler in Israel, whose going forth have been from of old, from everlasting. അവസാന വരിയിൽ അവൻ്റെ ഉത്ഭവം പണ്ടേയുള്ളതും നിത്യമായതും തന്നെ എന്നാണ് യഥാർത്ഥ തർജ്ജമ. പുത്രൻ ജീവൻ്റെ സ്രോതസ്സാണ്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യം. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ അവൻ്റെ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവൻ ആകുമാറ് വരം നൽകിയിരിക്കുന്നു. യോഹന്നാൻ 14-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. യേശു മാറ്റമില്ലാത്തവനാണ്. ദൈവം മാറ്റമില്ലാത്തവനാണെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. മലാഖിയുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം. യഹോവയായ ഞാൻ മാറാത്തവൻ. അതേസമയം ക്രിസ്തു മാറ്റമില്ലാത്തവനാണെന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു. എബ്രായർക്കെഴുതിയ ലേഖനം 13-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം. യേശു ക്രിസ്തു ഇന്നലെയും എന്നും എന്നേക്കും അനന്യം തന്നെ. ഇംഗ്ലീഷിലത് ജീസസ് ക്രൈസ്റ്റ് ദ സെയിം യെസ്റ്റർഡേ ആൻഡ് ടുഡേ ആൻഡ് ഫോർ എവർ. ക്രിസ്തു സൃഷ്ടാവാണ്. യോഹന്നാൻ 1-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യവും 10-ാമത്തെ വാക്യം. സകലവും അവൻ മുഖാന്തരമുള്ളവായി, ഉളവായതൊന്നും അവന് കൂടാതെ ഉളവായതല്ല. അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരമുള്ളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. കൊലോസ്യർക്കെഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. എബ്രായർക്കെഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 2-10 വാക്യങ്ങൾ. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. കർത്താവേ, നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. ദൈവത്തിന് മാത്രമേ മനുഷ്യൻ്റെ പാപങ്ങൾ ക്ഷമിക്കുവാൻ കഴിയുകയുള്ളൂ. ക്രിസ്തു മനുഷ്യരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നവനാണ്. മർക്കോസിൻ്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം. ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവനാർ എന്ന് ഹൃദയത്തിൽ ചിന്തിച്ചു കൊണ്ടിരുന്നു. മത്തായിയുടെ സുവിശേഷം 9-ാമത്തെ അധ്യായം 4-6 വാക്യങ്ങൾ. യേശു അവരുടെ നിരൂപണം ഗ്രഹിച്ച്, നിങ്ങൾ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കുന്നത് എന്ത്? നിന്റെ പാപങ്ങൾ മോചിപ്പിച്ചു തന്നിരിക്കുന്നു. എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിൽ പോകുക എന്ന് പറഞ്ഞു. മനുഷ്യരുടെ പുനരുത്ഥാനത്തിലും ന്യായവിധിയിലും ക്രിസ്തുവിനൊരു പങ്കുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യം. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. യോഹന്നാൻ 5-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യം. അവൻ മനുഷ്യപുത്രനാകിയാൽ ന്യായവിധി നടത്തുവാൻ അവൻ അധികാരം നൽകിയിരിക്കുന്നു. ദൈവവും നാം ഇടയിലുള്ള ഏക മധ്യസ്ഥൻ ക്രിസ്തുവാണ്. 1 തിമോത്തിയോസ് 2-ാമത്തെ അധ്യായം 5-6 വാക്യങ്ങൾ. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. മുൻധാരണകളില്ലാതെ നമുക്ക് തിരുവെഴുത്തുകൾ വായിക്കാൻ കഴിയുമെങ്കിൽ യേശു ദൈവമാണെന്ന് തിരുവെഴുത്തുകളിൽ നിന്ന് വായിച്ചെടുക്കുവാൻ കഴിയും.